In all three pictures below, O is the center of the circle and A, B, C are the points on the circle. In each, calculate all angles of triangle ABC and triangle OBC. അതായത് താഴെ ഫിഗറിലെ എയും ബിയും സിയും ഒക്കെ സർക്കിളിലെ പോയിന്റ്സ് ആണ്, ഓ സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒ എ ജോയിൻ ചെയ്യാം. ട്രയാങ്കിൾ എ ഒ ബി ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിൾ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസ്ലെസ് ട്രയാങ്കിളിൽ അല്ലേ? അപ്പം ഈ രണ്ട് ആംഗിൾസിന് എന്താ പറയുക? ബേസ് ആംഗിൾസ്. ഇത് ബേസ് അല്ലേ? ഇത് ബേസ്. ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ അല്ലാത്ത സൈഡാണ് ബേസ്. ഈക്വൽ സൈഡ്സോ? ഈക്വൽ സൈഡ്സ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈക്വൽ സൈഡ്സും ബേസിലുള്ള ആംഗിളാണ് എന്ത്? ബേസ് ആംഗിൾസ് അല്ല. അപ്പോൾ ഈ ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? അവ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ എ ഒ ബി ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണല്ലോ. അതുകൊണ്ട് അവയിലെ ബേസ് ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ്? ഒ എയും ഒ ബിയും എന്താണ്? ഈക്വൽ സൈഡ്സ് ആണ് അല്ലേ? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. കാരണം എന്താവുക? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സർക്കിളിൻ്റെ റേഡിയസുകളൊക്കെ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഏതാണ്? ഈക്വൽ അല്ലാത്ത സൈഡ് എ ബി ആണ് അല്ലേ? ട്രയാങ്കിൾ എ ഒ ബിയിലെ ഈക്വൽ അല്ലാത്ത സൈഡ് എ ബി ആണ്. അപ്പോൾ എ ബിയിലുള്ള ആംഗിൾസ് ആണ് എന്ത്? ആംഗിൾ ഒ ബി എയും ആംഗിൾ ഒ എ ബിയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഒ ബി എ ആയിരിക്കും. കാരണം എന്താണ്? അവ ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എ ഒ ബി ആണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ഒ എ ബി എത്രയായിരിക്കും? ട്രയാങ്കിൾ ഒ ബി എ 20 അല്ല, ട്രയാങ്കിൾ ഒ എ ബി എന്തായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഒ സി ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിളിലെ ഒ എ എന്ന സൈഡും ഒ സി എന്ന സൈഡും ഈക്വൽ ആണല്ലോ. കാരണം എന്താണ്? അവ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ ഈക്വൽ ആയിരിക്കും ഒരു സർക്കിളിൻ്റെ അല്ലേ? അപ്പോൾ ഒ എയും ഒ സി ഈക്വൽ ആയിരുന്നു. ട്രയാങ്കിൾ എ ഒ സി എന്താണ്? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ ഈക്വൽ അല്ലാത്ത സൈഡാണ് എ സി അല്ല. അപ്പോൾ എ സി ആണ് ബേസ്. ബേസിലുള്ള ആംഗിൾസ് ആണ് ആംഗിൾ ഒ സി എയും ആംഗിൾ ഒ എ സിയും അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ. കാരണം എന്താണ്? സെയിം റീസൺ ആണ്. ബേസ് ആംഗിൾ ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എ ഒ സി. സോ ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു എത്രയാണ്? ആംഗിൾ ഒ സി എ എത്രയാണ്? 30 ഡിഗ്രി അല്ല. അപ്പോൾ ആംഗിൾ ഒ എ സി എന്താണ്? 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് ആംഗിൾ ബി എ സിയിൽ ഈ രണ്ട് ആംഗിൾസ് ആണ്. ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ എ സിയും കൂട്ടിയതാണ് അല്ലേ? സോ ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി. ആംഗിൾ ഒ എ ബി നമുക്ക് കിട്ടി 20 ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ ഒ എ സി എത്ര? 30 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 20 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, സോ ആംഗിൾ ബി എ സി നമുക്ക് 50 ഡിഗ്രി കിട്ടി. ആംഗിൾ ബി എ സിയുടെ ഡബിൾ ആവുമല്ലോ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് അല്ലേ? ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ബി എ സി. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ കോംപ്ലിമെൻറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് 2 ഇൻറ്റു ആംഗിൾ ബി എസ് സി എത്ര കിട്ടിയത്? 50 ഡിഗ്രി അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 50 ഡിഗ്രി അത് എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, ട്രയാങ്കിൾ ഒ ബി സി നോക്കൂ. ട്രയാങ്കിൾ ഒ ബി സി ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം എന്താണ്? അതിൻ്റെ ഈക്വൽ സൈഡ്സ് ആണ് ഒ ബിയും ഒ സിയും. കാരണം ഒ ബി ഒ സിയും സർക്കിളിൻ്റെ റേഡിയസുകളാണ്. സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയിലെ ബേസ് ആംഗിൾസ് ആണ്. ഈക്വൽ അല്ലാത്ത സൈഡാണ് എന്ത്? ബി സി അല്ലേ? അപ്പോൾ ബി സിയിലുള്ള ആംഗിളാണ് എന്ത്? ട്രയാങ്കിൾ ഒ ബി സിയും ട്രയാങ്കിൾ ഒ സി ബിയും. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയും ട്രയാങ്കിൾ ഒ സി ബിയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താവുക? ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ആണ് അല്ലേ? സോ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ
OCB. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ OBC. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ OBC നോക്കൂ. ട്രയാങ്കിൾ OBCയിലെ എല്ലാ ആംഗിൾസിൻ്റെയും സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ ഇൻ ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 100 ഡിഗ്രിയാണ് അല്ലേ? 100 ഡിഗ്രി പ്ലസ് പിന്നെ ആംഗിൾ OBC പ്ലസ് ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 100 ഡിഗ്രി പ്ലസ് ആംഗിൾ OBC ആംഗിൾ OCB എന്താണ്? ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ OBCക്ക് പകരം ആംഗിൾ OCB എന്ന് കൊടുക്കാം. ആംഗിൾ OCB പ്ലസ് ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 100 ഡിഗ്രി പ്ലസ് ആംഗിൾ OCB പ്ലസ് ആംഗിൾ OCB എന്ന് വെച്ചാൽ അത് 2 ഇൻറ്റു ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്നും നമുക്ക് ആംഗിൾ OCB കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 100 ഡിഗ്രി ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഈ പ്ലസ് 100 ഡിഗ്രിയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 100 ഡിഗ്രി ആകും. സോ 2 ഇൻറ്റു ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. That is 2 into angle OCB is equal to 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി എത്രയാണ്? 80 ഡിഗ്രിയാണ് അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ OCB കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കും അല്ലേ? അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ OCB is equal to 80 ഡിഗ്രി ബൈ 2. സോ ആംഗിൾ OCB is equal to എത്രയാണ്? 80 ഡിഗ്രി ബൈ 2 40 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആംഗിൾ OCB നമുക്ക് 40 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടിരുന്നല്ലോ ആംഗിൾ OBC ഈസ് ഈക്വൽ ടു ആംഗിൾ OCB ആണ് നമ്മളിവിടെ കണ്ടല്ലോ. സോ ആംഗിൾ OBC ഈസ് ഓൾസോ എന്താണ്? ആംഗിൾ 40 ഡിഗ്രി. കാരണം അതും ആംഗിൾ OCB എന്താണ്? ഈക്വൽ ആണ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഈ ആംഗിളും എന്താണ്? 40 ഡിഗ്രി ആണ്. സോ ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ആണ് ആംഗിൾ BAC, ആംഗിൾ BAC, പിന്നെ ആംഗിൾ ABC, പിന്നെ ആംഗിൾ ACB അല്ലേ? ആംഗിൾ BAC എന്ന് പറയുന്നത് എത്ര? 20 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രിയാണ് അല്ലേ? അവിടെ രണ്ട് ആംഗിൾസ് ഉണ്ട്, 20 ഡിഗ്രിയും 30 ഡിഗ്രിയും. അത് എത്രയാണ്? 50 ഡിഗ്രി. ഓക്കെ. ആംഗിൾ ABC എത്രയാണ്? ആംഗിൾ ABCയുടെ അടുത്ത് 20 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ് അല്ലേ? അപ്പോൾ 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി ദാറ്റ് ഈസ് 60 ഡിഗ്രിയാണ്. ആംഗിൾ ACB ഫോം ചെയ്തിട്ടുള്ളത് 30 ഡിഗ്രിയും 40 ഡിഗ്രിയും വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ 30 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി അതെത്രയാണ്? 70 ഡിഗ്രി. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ്. ഇനി അടുത്ത എന്താണ്? നമുക്ക് ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ BOC അത് എത്രയാണ്? 100 ഡിഗ്രി ആണെന്ന് കണ്ടു. പിന്നെ ആംഗിൾ OBC അതെത്രയാണ്? 40 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ OCB അതെത്രയാണ്? 40 ഡിഗ്രി. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഫിഗർ. അപ്പോൾ ആദ്യം നമുക്ക് OA ജോയിൻ ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾ OBC ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം ഇതിലെ ഈക്വൽ സൈഡ്സ് ആണ് OBയും OCയും. കാരണം എന്താ? OBയും OCയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സർക്കിളിൻ്റെ റേഡിയസുകളൊക്കെ ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് ട്രയാങ്കിൾ OBC എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം അതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ അല്ലാത്ത സൈഡ് ഏതാണ്? BC അല്ലേ? അപ്പോൾ BCയിലുള്ള ആംഗിൾസ് ആണ് ബേസ് ആംഗിൾസ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിലെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്പോൾ ആംഗിൾ OCB എന്ന് പറയുന്നത് എന്താ? ആംഗിൾ OBC തന്നെ ആയിരിക്കും അല്ലേ? ആംഗിൾ OCB ഈസ് ഈക്വൽ ടു ആംഗിൾ OBC. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ OBC. അപ്പോൾ ആംഗിൾ OCB എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ OBC. ആംഗിൾ OBC 40 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതും ആംഗിൾ OCB എന്താണ്? 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ OBCയിലെ സം ഓഫ് ആംഗിൾസും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ BOC, പിന്നെ പ്ലസ് ആംഗിൾ OBC പ്ലസ് ആംഗിൾ OCB
ഇസ് ഈക്വൽ ടു എന്താണ് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ആംഗിൾ BOC പ്ലസ് ആംഗിൾ OBC 40 ഡിഗ്രിയാണ് പ്ലസ് ആംഗിൾ OCBയും 40 ഡിഗ്രിയാണ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 40 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി എന്താ 80 ഡിഗ്രിയാണ് അല്ലേ. സോ ആംഗിൾ BOC പ്ലസ് 80 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ BOC കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ പ്ലസ് 80 ഡിഗ്രിയെ കിൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 80 ഡിഗ്രി ആകും. സോ ആംഗിൾ BOC ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ BOC ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എത്രയാണ്, 100 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ BOC നമുക്ക് എത്ര കിട്ടി, 100 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ട്രയാങ്കിൾ OAC നോക്കൂ. ഈ ട്രയാങ്കിളിൽ OA എന്ന സൈഡും OC എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്, അവ റേഡിയസ് ആണ് അല്ലേ. ഈ സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ OAC എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് എന്താ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിലെ ബേസ് എന്ന് പറയുന്നത് AC ആണ്, ഈക്വൽ അല്ലാത്ത സൈഡ് AC ആണ് അല്ലേ. അപ്പോൾ ACയിലുള്ള ആംഗിൾസ് ആണ് ബേസ് ആംഗിൾസ്. അപ്പോൾ ACയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ആംഗിൾ OCAയും ആംഗിൾ OACയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ, ആംഗിൾ OACയും ആംഗിൾ OCAയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OCA. കാരണം എന്താണ്, അവ ബേസ് ആംഗിൾസ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ OAC. അപ്പോൾ ആംഗിൾ OCA 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ OAC എന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ആംഗിൾ OAC ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ BAC എത്രയായിരിക്കും, ആംഗിൾ BAC എന്ന് പറയുന്നത് ഈ ആംഗിൾ BOCയുടെ ഹാഫ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, BC എന്ന ആർക്ക്, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് എന്ത്, ആംഗിൾ BOC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആർക്കിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് ആംഗിൾ BAC അല്ലേ. അപ്പോൾ അത് ആ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. സോ ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ BOC. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ എ കോംപ്ലിമെൻറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. ഓക്കെ, ദാറ്റ് ഈസ് സോ ആംഗിൾ BAC എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു ആംഗിൾ BOC എത്രയും നമുക്ക് കിട്ടിയത് 100 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി എന്ന് വെച്ചാൽ 100 ഡിഗ്രി ബൈ 2 അത് എത്രയാണ്, 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ BAC നമുക്ക് 50 ഡിഗ്രി കിട്ടി അല്ലേ. ഇപ്പോൾ ടോട്ടൽ ആംഗിൾ 50 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ OAB എന്തായിരിക്കും, ആംഗിൾ AOB എന്ന് പറയുന്നത് എന്താണ്, ആംഗിൾ OABയും ആംഗിൾ OACയും കൂടി കൂട്ടിയാലാണ് ആംഗിൾ BAC കിട്ടുക അല്ലേ. അപ്പോൾ ടോട്ടൽ 50 ഡിഗ്രിയാണ്, അതിൽ കുറച്ച് പാട്ട് 30 ഡിഗ്രിയാണ്, ബാക്കി എന്തായിരിക്കും 20 ആയിരിക്കും അല്ലേ. കാരണം ഈ 20 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ 50 ഡിഗ്രി കിട്ടേണ്ടത് അല്ലേ. സോ ആംഗിൾ OAB ഈസ് ഈക്വൽ ടു എന്താണ്, ആംഗിൾ BAC മൈനസ് ആംഗിൾ OAC. ദാറ്റ് ഈസ് എന്താണ്, 50 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി അത് എത്രയാണ്, 20 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ OAB നമുക്ക് എത്ര കിട്ടി, 20 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി ട്രയാങ്കിൾ OAB ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് എന്ത്, OAയും OBയും. കാരണം എന്താണ്, OAയും OBയും സർക്കിളിൻ്റെ റേഡിയസുകളാണ് അല്ലേ. സർക്കിളിൻ്റെ റേഡിയസുകളൊക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ OAB എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാത്ത സൈഡ് AB അല്ലേ. അപ്പോൾ ABയിലുള്ള ആംഗിളാണ് ഈക്വൽ. ABയിലുള്ള ആംഗിൾ ഏതൊക്കെയാണ്, OABയും OBAയും അല്ലേ. ആംഗിൾ OBA ഈസ് ഈക്വൽ ടു ആംഗിൾ OAB. കാരണം എന്താണ്, ബേസ് ആംഗിൾസ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ OAB. ആംഗിൾ OAB എത്രയും നമുക്ക് കിട്ടിയത് 20 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ OBAയും എത്ര ആയിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ട്രയാങ്കിൾ ABCയിലെയും ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് ആംഗിൾ BAC, പിന്നെ ആംഗിൾ ABC, പിന്നെ ആംഗിൾ
ACB. ഓക്കെ, ആംഗിൾ BAC എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 50 ഡിഗ്രിയാണ് നമ്മൾ ഓൾറെഡി കണ്ടു. ആംഗിൾ ABC എന്ന് പറയുന്നത് 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി, അതെത്രയാണ്? 60 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ അവിടെ 30 ഡിഗ്രിയും 40 ഡിഗ്രിയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 30 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി അത്രയാണ് 70 ഡിഗ്രി. ഓക്കെ, ഇനി ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ BOC അത് 100 ഡിഗ്രി ആണെന്ന് കണ്ടു. പിന്നെ ആംഗിൾ OBC അത് 40 ഡിഗ്രി ആണെന്ന് കണ്ടു. പിന്നെ ആംഗിൾ OCB അതും 40 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫിഗറിലെ ട്രയാങ്കിൾ ABCയിലെയും ട്രയാങ്കിൾ OBCയിലെയും ആംഗിൾസ് കണ്ടുപിടിക്കാം. അത് നമുക്ക് ട്രയാങ്കിൾ OBC ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിളിലെ OB എന്ന സൈഡും OC എന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്? കാരണം OBയും OCയും ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ് അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് ഈ ട്രയാങ്കിളിലെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ബേസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സൈഡ് BC അല്ലേ ട്രയാങ്കിൾ OBCയിലെ. അപ്പോൾ ബേസിലുള്ള ആംഗിൾസ് ആണ് ബേസ് ആംഗിൾസ്. അത് ഏതൊക്കെയാണ്? ആംഗിൾ OBCയും ആംഗിൾ OCBയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ OBC ഈസ് ഈക്വൽ ടു ആംഗിൾ OCB. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലസ് ട്രയാങ്കിൾ OBC. ഈ ട്രയാങ്കിളിലെ ആംഗിൾ BOC എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ BOCയിലുള്ള 40 ഡിഗ്രിയും 70 ഡിഗ്രിയും അല്ലേ. അപ്പോൾ 40 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോഴാണ് നമുക്ക് ആംഗിൾ BOC കിട്ടുന്നത് അല്ലേ. കൂടിയിട്ടാണ് ആംഗിൾ BOC ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെത്രയാണ്? 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ BOC എന്ന് പറയുന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ്. നമുക്കറിയാം ഈ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലേ. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസിൻ്റെയും സം എന്താണ്? 180 ഡിഗ്രിയാണ്. സോ ഇൻ ട്രയാങ്കിൾ OBC സം ഓഫ് ആംഗിൾസ് ഓൾസോ 180 ഡിഗ്രി അല്ലേ. ട്രയാങ്കിൾ OBCയിലെയും സം ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ BOC പ്ലസ് ആംഗിൾ OBC പ്ലസ് ആംഗിൾ OCB ഈസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ BOC 110 ഡിഗ്രിയാണ് നമ്മൾ കണ്ടു. പ്ലസ് ആംഗിൾ OBCയും ആംഗിൾ OCB ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ആംഗിൾ OCBക്ക് പകരം ആംഗിൾ OBC എന്ന് കൊടുക്കാം. ആംഗിൾ OBC പ്ലസ് ആംഗിൾ OBC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 110 ഡിഗ്രി പ്ലസ് ആംഗിൾ OBC പ്ലസ് ആംഗിൾ OBC എത്രയാണ്? 2 ഇൻറ്റു ആംഗിൾ OBC അല്ലേ. 2 ഇൻറ്റു ആംഗിൾ OBC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ OBC കാണാം. അതിന് വേണ്ടിയിട്ട് 110 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 110 ഡിഗ്രിയെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 110 ഡിഗ്രി ആകും അല്ലേ. സോ 2 ഇൻറ്റു ആംഗിൾ OBC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ഇൻറ്റു ആംഗിൾ OBC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി 70 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ OBC കാണാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ OBC ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ബൈ 2. അത് എത്രയാണ്? 35 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ OBC എത്രയാണ് നമുക്ക് കിട്ടി? 35 ഡിഗ്രിയാണെന്ന് കിട്ടി. അതേ ആംഗിൾ തന്നെ ആയിരിക്കുമല്ലോ ആംഗിൾ OCB. കാരണം ആംഗിൾ OCB ഈസ് ഈക്വൽ ടു ആംഗിൾ OBC എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ. സോ ആംഗിൾ OCB ഈസ് ഈക്വൽ ടു ആംഗിൾ OBC അത് എന്താണ്? 35 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഫിഗർ നോക്കൂ. ആംഗിൾ BCA എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ BCA എന്ന് പറയുന്നത് ആംഗിൾ BOAയുടെ ഹാഫ് ആയിരിക്കില്ലേ. കാരണം എന്താണ്? ഈ AB എന്ന ആർക്ക് നോക്കൂ. ഈ AB എന്ന ആർക്ക് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ, ഈ ആർക്കിൻ്റെ എൻസ് സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് ആംഗിൾ BOA. അതായത് സെൻട്രൽ ആംഗിളാണ്. ആംഗിൾ ABയുടെ സെൻട്രൽ ആംഗിൾ BOA അല്ലേ. അതേപോലെ ഈ ബിയിൽ നിന്നും എയിൽ നിന്നും സർക്കിളിലെ ഒരു പോയിൻ്റായ സിയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് എന്ത്? ആംഗിൾ BCA അല്ലേ. അപ്പോൾ ആംഗിൾ BCA എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. സോ ആംഗിൾ BCA ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ BOA.
കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ കോംപ്ലിമെൻറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ. അല്ലേ? സോ ആംഗിൾ ബി സി എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ ബി ഒ എ എത്രയാണ്, 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 40 ഡിഗ്രി അതെത്രയാണ്, 40 ഡിഗ്രി ബൈ 2 അതെത്രയാണ്, 20 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി സി എ നമുക്ക് എത്ര കിട്ടി, 20 ഡിഗ്രി എന്ന് കിട്ടി. അതേപോലെ എ സി എന്ന ആർക്ക് നോക്കൂ. ഈ എ സി എന്ന ആർക്കിൻ്റെ എൻസ്, അതായത് എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ എ സി എന്ന ആർക്കിൻ്റെ എൻസായ എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിലെ ഒരു പോയിൻ്റായ ബിയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് ആംഗിൾ എ ബി സി അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? അതായത് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ എ ഒ സി. കാരണം എന്താണ്, സെയിം റീസൺ ആണ് അല്ലേ? അതായത് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ കോംപ്ലിമെൻറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ എ ഒ സി എത്രയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഒ സി 70 ഡിഗ്രി ആണല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 70 ഡിഗ്രി, അതായത് 70 ഡിഗ്രി ബൈ 2 അത് എത്രയാണ്, 35 ഡിഗ്രി അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി സി എത്ര നമുക്ക് കിട്ടി, ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇനി ട്രയാങ്കിൾ എ ബി സി നോക്കൂ. ട്രയാങ്കിൾ എ ബി സിയിലെ എത്ര ആംഗിൾസ്, 2 ആംഗിൾസ് ഓൾറെഡി കണ്ടു അല്ലേ? ആംഗിൾ എ ബി സിയും ആംഗിൾ എ സി ബിയും കണ്ടു. മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ ബി എ സി കണ്ടാൽ മതി. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്, 180 ഡിഗ്രി ആണല്ലേ? അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ ആംഗിൾസിൻ്റെയും സം എന്താണ്, 180 ഡിഗ്രിയാണ് അല്ലേ? ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് ആംഗിൾ എ ബി സി, ഒന്ന് ആംഗിൾ എ സി ബി, ഒന്ന് ആംഗിൾ ബി എസ് സി അല്ലേ? സോ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി എസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ബി സി എത്രയാണ്, ആംഗിൾ എ ബി സി 35 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ബി 20 ഡിഗ്രിയാണ്. സോ 35 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 35 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി എന്താണ്, 55 ഡിഗ്രിയാണ് അല്ലേ? 55 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ബി എ സി കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ പ്ലസ് 55 ഡിഗ്രിയെ ഇക്കറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, മൈനസ് 55 ഡിഗ്രി ആകും. സോ ആംഗിൾ ബി എസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി എത്രയാണ്, 125 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ ബി എസ് സി എത്രയാണ്, 125 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും ആംഗിൾസ് ഒക്കെ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആദ്യം ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് ആംഗിൾ എ ബി സിയിലെ ആംഗിൾസ്? ആംഗിൾ ബി എ സി 125 ഡിഗ്രിയാണ്. ആംഗിൾ എ ബി സി 35 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ബി 20 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് നോക്കാം. ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾ ബി ഒ സി 110 ഡിഗ്രിയാണ്. ആംഗിൾ ഒ ബി സി 35 ഡിഗ്രിയാണ്. ആംഗിൾ ഒ സി ബി 35 ഡിഗ്രിയാണ്. ഓക്കെ.